പുഷ്പ 2 സിനിമയുടെ പ്രീമിയർ ഷോയ്ക്കിടെ യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുന്റെ ജാമ്യാപേക്ഷയിൽ വിധി വെള്ളിയാഴ്ച. ഇരുഭാഗങ്ങളുടെയും വാദം നാമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ പൂർത്തിയായിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുകയാണ് ചെന്നൈയിൽ നിന്ന്. റഹീസ്, വിശദാംശങ്ങൾ എന്താണ് റഹീസ്? മുഹമ്മദ് റഹീസിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. പുഷ്പ 2 സിനിമയുടെ പ്രീമിയർ ഷോയ്ക്കിടെ യുവതി മരിച്ച സംഭവത്തിലാണ് നടൻ അല്ലു അർജുന്റെ ജാമ്യാപേക്ഷയിൽ വിധി വരാൻ പോകുന്നത്. വിധി വെള്ളിയാഴ്ച ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇരുഭാഗങ്ങളുടെയും വാദം നാമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ പൂർത്തിയായിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, വിവരങ്ങൾ റഹീസ്. റഹീസുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം റഹീസിലേക്ക് എത്താം എന്നാണ് കരുതുന്നത്. റഹീസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. റഹീസ്, വിശദാംശങ്ങൾ റഹീസ്. റീജിത്തെ, ഈ നാമ്പള്ളി കോടതിയിൽ അല്ലു അർജുൻ സമർപ്പിച്ച ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കവേ പ്രോസിക്യൂഷനും ഒപ്പം തന്നെ അല്ലു അർജുന്റെ അഭിഭാഷകരും കൃത്യമായ വാദങ്ങൾ നിരത്തിയിട്ടുണ്ട്. ഇരു വിഭാഗങ്ങളും തമ്മിൽ ഒരു അരമണിക്കൂറോളം നീണ്ട വാദമാണ് നാമ്പള്ളി കോടതിയിൽ നടന്നത്. നേരത്തെ നാമ്പള്ളി കോടതിയാണ് അല്ലു അർജുനെ ഈ കേസിൽ റിമാൻഡ് ചെയ്തത്. പിന്നാലെ 14 ദിവസം പൂർത്തിയായി. എന്നാൽ ഇടയ്ക്ക് തെലങ്കാന ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യ ഹർജി ലഭിച്ചതിനാൽ അല്ലു അർജുന് ജാമ്യം ലഭിച്ചതുകൊണ്ട് ഒരു ദിവസം മാത്രമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത്. എന്തായാലും അതിന് പിന്നാലെ ഈ 14 ദിവസം പൂർത്തിയായതുകൊണ്ടാണ് അല്ലു അർജുൻ ജാമ്യ ഹർജി സമർപ്പിച്ചത്. കേസിൽ എന്തായാലും പ്രോസിക്യൂഷൻ പിന്നോട്ടില്ല എന്നുള്ളത് ഉറപ്പിക്കുന്ന ദിനമായിരുന്നു ഇന്ന്. കാരണം അല്ലു അർജുൻ നേരിട്ട് തെറ്റിന് പങ്കാളിയായിട്ടില്ലെങ്കിലും അല്ലു അർജുൻ മൂലമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ള വാദത്തിൽ പോലീസ് ഉറച്ചു നിൽക്കുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള തെളിവുകളും ഒപ്പം തന്നെ 10 മിനിറ്റ് നീണ്ട ഒരു വീഡിയോയും ഒക്കെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇരുവിഭാഗങ്ങളെയും കേട്ട കോടതി വാദം മുഴുവൻ പൂർത്തിയായതിനു ശേഷം എന്തായാലും 3-ാം തീയതി കേസിൽ വിധി പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഹൈക്കോടതിയിൽ നിന്നും ജാമ്യമുള്ളത് കൊണ്ട് അല്ലു അർജുൻ നേരിട്ട് ജയിലിൽ പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാകില്ല. പക്ഷേ ഹൈക്കോടതി ഈ നാമ്പള്ളി മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇങ്ങനെ തിയേറ്ററിലേക്ക് അല്ലു അർജുൻ എത്തുന്ന കാര്യം നേരത്തെ അറിയിച്ചില്ല. അതാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ വാദം. പക്ഷേ നേരത്തെ തന്നെ തിയേറ്റർ ഉടമകളെയും സുരക്ഷാ സംവിധാനം ഒരുക്കുന്ന പോലീസുകാരെയും ഒക്കെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നുള്ളതാണ് അല്ലു അർജുൻ പറയുന്നത്.